ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എൽദോസ്. അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നുവന്നിരിക്കുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന M3 Max എന്ന് പറഞ്ഞൊരു ബിഗിനർ ടൈപ്പ് ഡ്രോണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു ബാഗുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോൺ സേഫായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ വേണ്ടി കമ്പനി നമുക്ക് തന്നിരിക്കുന്നൊരു ബാഗാണിത്. അപ്പോൾ നമുക്ക് ബാഗ് ജസ്റ്റ് ഓപ്പൺ ആക്കാം. അപ്പോൾ ബാഗ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ബാഗിനകത്ത് വരുന്നതാണ്. നമുക്ക് ആദ്യം പരിചയപ്പെടാം. നമ്മുടെ ബാഗിനകത്ത് വരുന്നത് ഡ്രോൺ, റിമോട്ട്, പിന്നെ 2 ബാറ്ററിയാണ് വരുന്നത്. ഒന്ന് ഡ്രോണിൽ തന്നെ വെച്ചിട്ടുണ്ട്, അതുകൂടാതെ എക്സ്ട്രാ അഡീഷണൽ ബാറ്ററി വന്നിട്ടുണ്ട്. അതുകൂടാതെ ബോക്സ് വന്നിരിക്കുന്നത് അഡീഷണലായി 4 പ്രൊപ്പല്ലറും വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സേഫ്റ്റി ഗാർഡ്, 4 സേഫ്റ്റി ഗാർഡ്, പിന്നെ അത് അഴിക്കാനുള്ള ഡ്രോണിൻ്റെ അഴിക്കാൻ വേണ്ടിയുള്ള സ്ക്രൂ ഡ്രൈവറും കൂടെ തരുന്നുണ്ട്. അതുകൂടാതെ 2 യൂസർ മാനുവൽസ് ഉണ്ട്. ഒന്ന് നമുക്ക് ക്യാമറ എങ്ങനെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു യൂസർ മാനുവലും, പിന്നെ നമ്മളിത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്ന് കാണാതെ ഇംഗ്ലീഷിലും പിന്നെ ചൈനീസ് ലാംഗ്വേജിലുമാണ് ഇതിൽ നമുക്ക് മാനുവൽ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഡ്രോൺ എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡ്രോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രോൺ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഡ്രോൺ വരുന്നത്. ഇവിടെ നമുക്ക് അവരുടെ ഫീച്ചേഴ്സ് ഇപ്പോൾ 3 ക്യാമറ ഉണ്ടെന്നൊക്കെയാണ്, പക്ഷേ ഇതിൽ 2 ഡമ്മിയാണ് വരുന്നത്. ഇതാണ് മെയിൻ ക്യാമറയായിട്ട് വരുന്നത്. അതുകൂടാതെ അടിയിലും 2 ക്യാമറാസ് വരുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത്, പക്ഷേ അടിയിൽ ഒരു ഡമ്മിയും ഒരു ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് വേണ്ട OIS, ഒപ്റ്റിക്കൽ അവോയ്ഡൻസ് സെൻസർ, അതിൻ്റെ ടോപ്പിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റിമോട്ടിലാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് 4 പ്രൊപ്പല്ലർ ഓൾറെഡി ഇതിനകത്ത് ഇൻബിൽറ്റാണ് ഫിക്സ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് നമുക്ക് ഇതിൻ്റെ ലെഗ്സ് ഒന്ന് വിട്ടർത്തി നോക്കാം. ലെഗ്സ് വിടർത്തി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഡ്രോൺ വരുന്നത്. അത് ഇനി നമുക്ക് അടുത്തതായി നമുക്ക് റിമോട്ടിനെ പരിചയപ്പെടാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. റിമോട്ടിൽ വരുന്ന ഫീച്ചേഴ്സ് 2 ജോയിസ്റ്റിക്കും, ഒന്ന് അപ്പ് ആൻഡ് ഡൗണിനുള്ളതും, പിന്നെ 2 റൊട്ടേറ്റ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിലേക്ക് മൂവ്മെൻറ്റ്, ബാക്കിലേക്ക് മൂവ്മെൻറ്റ്, സൈഡിലേക്ക് മൂവ്മെൻറ്റ്, ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ മൂവ്മെൻറ്റുകളാണ് വരുന്നത്. ഇതാണ് ഒപ്റ്റിക്കൽ അവോയ്ഡൻസ് സെൻസറിൻ്റെ ബട്ടൺ വരുന്നത്. ഇത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് ഡ്രോണിൽ നിന്ന് കേൾക്കും. അന്നേരം എൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ഓൺ ആയിട്ടുണ്ടാവും. അതുപോലെ ഇത് നമ്മുടെ ഡ്രോണിൻ്റെ ഒരു മൂവ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മുടെ എന്താ പറയുക, ഇത് നമുക്ക് കോമ്പസിന് വേണ്ടി വരുന്ന ബട്ടണാണ്. അതുപോലെ ഇത് സ്പീഡാണ് വരുന്നത്. ജസ്റ്റ് റിമോട്ട് ചെയ്യാൻ ഓണാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് ഇവിടെയാണ് വരുന്നത്. ഇത് തുറന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ ഹോൾഡർ വരുന്നത്. അപ്പോൾ നമുക്ക് പവർ ബട്ടൺ ഇതാണ്. ഇത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ റിമോട്ട് ഓണാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സ്പീഡ് വരുന്നത് ഇതാണ്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്യും, ഒരു ബീപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പീഡ്, 2 ബീപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് സ്പീഡ്, 3 ബീപ്പ് ഇട്ട് കഴിഞ്ഞാൽ 3 സ്പീഡാണ് ഇത് വരുന്നത്. പിന്നെ കോമ്പസ് പറഞ്ഞില്ല. പിന്നെ ഇത് 360 റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ ഇതെന്താ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതിങ്ങനെ അലാറം അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ അലാറം അടിച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ആവില്ല. അപ്പോൾ അലാറം അടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് ജോയിസ്റ്റിക്ക് നീക്കി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഇത് 360 ഡിഗ്രി റൊട്ടേഷൻ വരും. ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റൈറ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഇത് 360 റൊട്ടേഷൻ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ഈ സ്വിച്ചിൻ്റെ ഫീച്ചർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യാമറ മുകളിലേക്ക് പൊക്കാനും അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ഇതും അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചറിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്ന ഒരു ബട്ടണാണ്. ഓക്കെ, പിന്നെ ഇതാണ് ഒപ്റ്റിക്കൽ അവോയ്ഡൻസിൻ്റെ ഫീച്ചർ സെൻസർ വരുന്നത്. ഇത് നമുക്കൊരു സെറ്റിങ്സ് മാറ്റാൻ വേണ്ടിയാണ് വരുന്നത്. ഇത് നമ്മുടെ ഡ്രോണിൻ്റെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള സെൻസർ ഉണ്ടല്ലോ, അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് റിമോട്ടിൽ ഫീച്ചേഴ്സ് വരുന്നത്. നമുക്ക് ജസ്റ്റ് അടുത്തതായി നമ്മൾ ഡ്രോൺ ഒന്ന് ഓണാക്കി നോക്കാം. ഡ്രോൺ ആകുന്നൊരു സൗണ്ട് കേൾക്കും. ഡ്രോൺ ഓണായി. ഡ്രോണിൽ ലൈറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ലൈറ്റ് വരുന്നുണ്ട്, അടിയിലായിട്ട് 2 ഗ്രീൻ ലൈറ്റ്, 2 റെഡ് ലൈറ്റ്, അങ്ങനെ ലൈറ്റ്സാണ്. ഇത് M3 Max Ultra എന്ന് പറഞ്ഞ ഡ്രോണാണ് വരുന്നത്. സാധാ M3 Max ആണ് അതിൻ്റെ അടിയിൽ ലൈറ്റ് വരുന്നത്, ഫ്രണ്ട് ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. പുതിയ ലേറ്റസ്റ്റ് വേർഷനകത്താണ് ഇങ്ങനെ അടിയിൽ ലൈറ്റ് വരുന്നത്. ഇങ്ങനെ ഇതാണ് ഡ്രോണിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡ്രോൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഡ്രോൺ നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മൾ റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈറ്റ് സ്റ്റേബിളായി. അപ്പോൾ ഡ്രോൺ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഡ്രോൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
ഇങ്ങനെയാണ് ഡ്രോൺ സ്റ്റാർട്ടായപ്പോൾ ഇങ്ങനെയാണ് ഡ്രോൺ സ്റ്റാർട്ടാവുന്നത്. ഓക്കെ, നമ്മൾ ഈ ജോയിസ്റ്റിക്കലി സ്വിച്ച് മുകളിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഓണാവും. ഇനി ഓഫ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് താഴത്തേക്ക് കഴിഞ്ഞാൽ ഡ്രോൺ ഓഫ് ആവും. ഇങ്ങനെയൊക്കെയാണ് ഡ്രോണിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്.